ടേസ്റ്റോട് കൂടിയുള്ള കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കിളിമീൻ കിട്ടി ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കിളിമീൻ ഏത് വിധത്തിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് പോലും കൂട്ടാൻ പറ്റിയ കറിയാണ്. അപ്പം നമുക്ക് കറിയിലേക്ക് പോവാം. എല്ലാവരും വാ, നമുക്ക് കറിയിലേക്ക് പോവാം. കുറച്ച് കിളിമീനാണ് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ, വലിയ പ്രശ്നമൊന്നും അല്ല. ചിലതിൻ്റെയൊക്കെ വയറൊക്കെ പൊട്ടി. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. വായിലൊരു കുഞ്ഞു മീൻ, ഒരു മീനിൻ്റെ വായിൽ അടുത്തൊരു കുഞ്ഞു മീൻ. കിളിമീനായതുകൊണ്ട് അത് പിടിച്ച് മെഴുങ്ങിയതായിരിക്കും. ഒന്നുമില്ല, അതിൽ എന്തോ തിന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ട് കറിയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകി കഴിഞ്ഞു. കണ്ടോ, നല്ല ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 9 ഉള്ളി നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ വെളുത്തുള്ളി, അത് ചെറുതായിട്ട് കണ്ടിച്ചെടുത്താണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഈ മുളക് കാണുമ്പോൾ അറിയാമല്ലോ, പരിതാപകരമാണെന്ന്. വേറൊന്നുമല്ല, മുളക് തീർന്നു കേട്ടോ. തീർന്നത് കൊണ്ടുള്ള തപ്പിപ്പെറുക്കി അങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഉള്ളത് തപ്പിപ്പെറുക്കി എടുത്തതാണ്. അതുകൊണ്ടാണ് മുളക് കുറവ്. 1-2 മുളക് കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 തണ്ട് കറിവേപ്പില. ഇത്ര സാധനം നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അരപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ ഒരു മുറി തേങ്ങ, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര സാധനം നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചിട്ട് വരാം. എന്നിട്ട് കാണാവേ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, കണ്ടിട്ട് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരു 2-3 ചെറിയ ഉള്ളി ഇതും കൂടെ ചേർത്തരച്ചാൽ നല്ല ടേസ്റ്റ് ആകട്ടോ. അതുകൊണ്ടാണ് അതുകൂടെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കുട്ടികൾക്കും കൂട്ടാൻ പറ്റിയ മീൻ കറിയാണ്. ചില പിള്ളേർ പറയല്ലേ എരിവാണ്, അതുകൊണ്ട് എനിക്ക് മീൻകറി വേണ്ടെന്ന് പറയല്ലേ. ഈ തേങ്ങ അരച്ച മീൻകറി ഒന്ന് കൊടുത്തു നോക്കിയേ, അവർ കൂട്ടിക്കൊള്ളും. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് കറിയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് പറ്റണം. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. വെള്ളം ഒന്ന് ചട്ടിയിൽ പറ്റുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം ഏറ്റവും വിലയുള്ള സാധനം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഇത് ഒഴിക്കുമ്പോൾ കൈ ഇച്ചിരി മടിക്കുന്നില്ലേ? ഒഴിക്കണ്ട അധികം വേണ്ട എന്ന് പറയുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഇപ്പം അതിനുള്ള വില കൈക്ക് തന്നെ അറിയാം. ഭയങ്കര വിലയാണ്. അതുകൊണ്ട് അധികം ഒഴിക്കണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാണും. കണ്ടോ, അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ലേശം കണ്ടോ, ഇതെന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? ഉലുവ നമുക്കിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത്ര, ആവശ്യത്തിനുള്ളത്ര കടുക്, അറിയാമല്ലോ എന്തോരം വേണമെന്ന്. ആ കടുക് ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ വേറൊന്നും ഓർത്തുണ്ടല്ല മീൻ വാങ്ങാനായിട്ട് ഓടിയത് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഓടിയത്. ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, പല ടൈപ്പ് മീനുണ്ടാവും. എന്നാൽ പിന്നെ ഇഷ്ടമുള്ള മീൻ നോക്കി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഒന്നുമില്ല കേട്ടോ. കിളിമീന്, മത്തി പോലും ഇല്ല. കിളിമീന്, അയില, പിന്നെ എന്താ ഒരു വിളമീനെന്ന് പറഞ്ഞ് ഇത്രയും മീനേ ഉള്ളു. കട്ടപ്പന 3-4 കടയിൽ കയറിയിട്ട് ഇത്രയും മീനേ ഉള്ളു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു, കിളിമീൻ വാങ്ങിച്ചു. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തു. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ബാക്കി നമുക്ക് കറി തിളച്ച് കഴിയുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില. അത്യാവശ്യം മൂത്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കിളിമീൻ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിളിമീൻ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. തേങ്ങ അരച്ച് വെക്കണ കറി ചിലർക്ക് പിടിക്കുകയെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേറൊന്നുമല്ല. തേങ്ങ അരച്ച് കൂട്ടുന്നവർക്ക് എല്ലാവർക്കും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കൂട്ടി കഴിഞ്ഞിട്ട് നല്ല കറിയാന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് പുളി, വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കുടംപുളി. അതിട്ട് കൊടുക്കാം. 2 വലിയ കഷ്ണം പുളിയാണ്
കഴുകി വെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ്. ചില സ്ഥലത്ത് കാണാം പുളി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത്. അതെന്നാലും ഞാൻ ഓർക്കും ബാക്കി പുളി വെച്ചാൽ പിന്നെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെയായി ചെയ്യാറ്. അങ്ങനെയും ചെയ്യാമായിരിക്കും എന്ന് തോന്നുന്നു. പുളി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ പുളി ഇറങ്ങുമായിരിക്കും, അറിയില്ല. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി വേണ്ടത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം കേട്ടോ. ഞാൻ ഉപ്പിൻ്റെ കണക്കൊന്നും പറയുന്നില്ല, അതുപോലെ വെള്ളത്തിൻ്റെ കണക്കും പറയുന്നില്ല. ഇത് കണ്ടോ, ഇത്രയും വെള്ളമായി ഒഴിച്ചേക്കുന്നത്. ചാറ് എത്രയും വേണം അതനുസരിച്ചാണ് പറ്റിക്കേണ്ടത്. കാര്യം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കിളിമീനിന് അധികം വേവില്ല. അതുകൊണ്ട് ഞാൻ ഈ കറി പതുക്കെ തിളച്ച് വരുമ്പോഴേ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പാണ് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. കറി തിളച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോരെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഇത് വേകാനായിട്ട്. പെട്ടെന്ന് വേകും. കിളിമീനല്ലേ, വേഗം വേകുന്ന കറിയാണ് കിളിമീൻ. അതുകൊണ്ടാണ് ഈ തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടെ, ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ കമൻറ്റ്, നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും ഒരു കമൻറ്റ് വിടുന്നതിന് എന്തേലും കുഴപ്പമുണ്ടോ? പോസിറ്റീവ് ആണേ ആയിക്കോട്ടെ, നെഗറ്റീവ് ആണ് അതെന്തുകൊണ്ട് നെഗറ്റീവാണ് എന്നുള്ളൊരു കമൻറ്റ് വിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാമല്ലോ. ഒരു ലൈക്ക്, വേറൊന്നും ചോദിക്കുന്നില്ല. ഒരു ലൈക്ക്, ഒരു കമൻറ്റ് പറ്റുന്നവർ ഒന്ന് ചെയ്ത് വിടണം കേട്ടോ പ്ലീസ്. അപ്പോൾ കറി വേകട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. ഇവിടെ കറി തിളച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 2 കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇനി അവിടെ കിടന്ന് വേകട്ടെ. ഇനി ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. ഇവിടെ ഇരിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി. മറന്നുപോയി, ഈ സമയത്തൊന്ന് ഉപ്പും പുളിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ, ഉപ്പ് വേണ്ടവർ ഉപ്പിടണം കേട്ടോ, വേറൊന്നുമല്ല. ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മീനിനൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഉപ്പ് വേണ്ടവർ ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം നമുക്ക് ഇനി വെന്തിട്ട് കാണാം. ടേസ്റ്റോട് കൂടിയല്ല കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും 10 മിനിറ്റ് മതി കറി വെക്കാനായിട്ടുള്ള ടൈം. പിന്നെ മീൻ വെട്ടി തേക്കുന്നത്, മീൻ വെട്ടാൻ പാടുള്ളവർ കാണും കേട്ടോ. എനിക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബൈ.